പണ്ടത്തെ പറഞ്ഞാൽ ഒരുപാട് പണ്ടത്തല്ല, ഒരു 3-4 വർഷം മുമ്പ് വരെയുള്ള കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഓർമ്മയില്ലേ? എന്തൊക്കെയായിരുന്നല്ലേ ഓരോരോ പേരൊക്കെ ഇട്ട്, കൊമ്പൻ, മറ്റത് മറിച്ചത്, മോഹൻലാലിൻ്റെ ഫോട്ടോ, ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ, ഭയങ്കര വലിയ കളർഫുൾ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ബസ്സുകളായിരുന്നു അല്ലേ? പക്ഷേ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിയമം കർക്കശമാക്കുകയും എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും വെള്ള നിറം അടിക്കണം എന്നും പറഞ്ഞു. അതായത് ഈ കളറ് അടിച്ചുകൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് എല്ലാ വണ്ടിക്കും വെള്ള അടിപ്പിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മോടിയുമില്ലാത്ത കുറേ ടൂറിസ്റ്റ് ബസ്സെല്ലാം കൂടെ ഇങ്ങോട്ട് പോകുന്നു വെള്ളയൊക്കെ അടിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ വളരെ മോടിയുള്ള വണ്ടികളുണ്ട്. ഏതറിയോ? KSRTC. ഏറ്റവും പുതിയ വണ്ടി കണ്ടോ നിങ്ങൾ? KSRTCൻ്റെ ഓക്കെ, എന്തായാലും ഇത് വണ്ടിയോ അതോ ഉത്സവമോ? പുതിയ സ്ലീപ്പർ ബസ്സുകളാണ് വമ്പൻ ചിത്രങ്ങൾ ഇടം പിടിച്ചിട്ടുള്ളത്. ഇത്തരം ചിത്രങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകളിൽ പതിച്ചപ്പോൾ മറ്റു ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിച്ച് അപകടം ഉണ്ടാക്കുന്നുവെന്നായിരുന്നു ഗതാഗത വകുപ്പിൻ്റെ കണ്ടെത്തൽ. റോഡ് സുരക്ഷയിൽ സർക്കാരിൻ്റെ ഇരട്ട നിലപാട് ആക്ഷേപത്തിന് ഇടയാക്കുകയാണ്. അതായത് ഈ മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെയൊക്കെ വലിയ ഫോട്ടോയൊക്കെ വെച്ച് ഇങ്ങനെ ബസ് വരുമ്പോൾ ആൾക്കാരുടെ കോൺസെൻട്രേഷൻ പോയി വണ്ടി പോയി ആക്സിഡൻറ്റ് ആവുകയെന്നാണ് ഗതാഗത വകുപ്പ് അന്ന് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഇവർ ഇറക്കിയ വണ്ടി കണ്ടില്ലേ, വലിയ കഥകളിയും പരിപാടിയൊക്കെ ആയിട്ട്. അത് കാണുമ്പോൾ ആർക്കും കോൺസെൻട്രേഷൻ ഒന്നും പോയില്ല, എല്ലാവരും അപ്പം നേരെ വണ്ടി ഓടിക്കും, അപകടമൊന്നുമില്ല. എന്ത് നിയമം അല്ലേ ശരിക്കും നിങ്ങൾ ആലോചിച്ചു? 2 നീതി 2 നിയമം നടപ്പിലാക്കുമ്പോൾ എല്ലാം ഓക്കെ. ഞാൻ പറഞ്ഞ KSRTC അടക്കം വെള്ളം അടിച്ച് പോകണമെന്നാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവരെ കഥകളിയും പരിപാടിയായിട്ട് ഇറങ്ങിയത്. കഷ്ടമാണ്, കഷ്ടം.